ഹോർമോൺസ് പറയുമ്പോൾ നമ്മൾ ഫീമെയിൽസിന് ആസ് എ ഫീമെയിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തൈറോയിഡ്. കാരണം ഒരുവിധം എല്ലാവർക്കും തൈറോയിഡ് ഇസ് വെരി കോമൺ. ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ ഇത്ര കോമൺ ആവാനുള്ള കാരണം എന്താണ്? വാട്ട് യു തിങ്ക് ഇറ്റ് ഇസ്? ഐ തിങ്ക് ഇപ്പം ഒത്തിരി അവയർനെസ് വന്നിട്ടുണ്ട്. തൈറോയിഡ് രോഗങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ അമിതവണ്ണം വെക്കുന്നത് തൈറോയിഡ് കൊണ്ടാണെന്നുള്ള അവയർനെസ് പോപ്പുലേഷനിൽ ഒത്തിരി പേർക്കുള്ളതുകൊണ്ടായിരിക്കും ഒരു കാരണം. രണ്ടാമത് നമ്മുടെ ടെസ്റ്റിംഗ് ഈസിലി അവൈലബിളായി. ബ്ലഡ് ടെസ്റ്റ് TSH ചെയ്യാനും പ്ലസ് നമുക്ക് സ്കാൻസ്, അൾട്രാസൗണ്ട്, തൈറോയിഡ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ള ഫെസിലിറ്റീസ് കൂടുതൽ അവൈലബിൾ ആയി വരുന്നതുകൊണ്ടായിരിക്കും ഒരു റീസൺ കൂടാനുള്ള കാരണം എന്ന് എൻ്റെ അഭിപ്രായം. നാട്ടിലുള്ള ആൾക്കാർ കുറച്ചുകൂടെ ബെറ്റർ നോൺ ദാറ്റ് ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ് എന്നുള്ള രീതിയിൽ. സോ ഡെഫിനറ്റ്ലി ഫെസിലിറ്റീസ് അവൈലബിൾ ആയതുകൊണ്ടാണ് നമുക്കതിനെ ഏർലി ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും കൂടെ കിട്ടുന്നത്. അപ്പോൾ പണ്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുത്തിലൊരു ചെറിയ വീക്കം ഉണ്ടായാലും ആൾക്കാർ നേരെ പോയി എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റ് ചെയ്ത് സ്കാൻ എടുക്കും. പണ്ടൊക്കെ ആൾക്കാർ എന്തെന്ന് വെച്ചാൽ വലിയൊരു മുഴയായിട്ട് അവരുടെ ജീവിതത്തിന് അതിനെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴേ അവർ ഡോക്ടറിനെ കാണും. ഇത് രണ്ടിലും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെറിയ മുഴകളെയും ഏർലി ആയിട്ടുള്ള സ്റ്റേജിലുള്ള ഡിസീസിനെ നമുക്കിപ്പോൾ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുള്ളൂ. പണ്ട് അങ്ങനെയല്ല, വലിയ മുഴകളായിട്ട് വരുമ്പോഴേക്കും ഓപ്പറേഷൻ വലുതായിരിക്കും, അസുഖങ്ങൾ കുറച്ച് വീര്യത കൂടിയതാവാനുള്ള സാധ്യതയുണ്ട്. സോ ഏർലി ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് കിട്ടുന്നതുകൊണ്ടും അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയതുകൊണ്ടാണ് ഉള്ളത്. ഇപ്പോൾ അൾട്രാസൗണ്ട് സാറ് പറഞ്ഞാൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അൾട്രാസൗണ്ടായിട്ട് ഗൈഡഡ് അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെ സഹായം വെച്ചിട്ട് ചെയ്യുന്ന സൂചി പരിശോധനയാണ് നമ്മൾ തൈറോയിഡിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുണ്ടോ ഇല്ലയെന്ന് അറിയുന്നത്. പണ്ട് അങ്ങനത്തെ സേവനങ്ങൾ വളരെ കുറച്ച് ചുരുക്കമുള്ള ഹോസ്പിറ്റൽസിലേ ഉള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ചെറിയ മുഴകൾക്ക് വരെ സൂചി പരിശോധന ചെയ്ത് ആ ക്യാൻസർ ഏർലി സ്റ്റേജിലെ ക്യാൻസർ ആണെന്നുള്ള ഇതിൽ അറിയുകയാണെങ്കിൽ രോഗം ഏകദേശം ഒരു 99 to 100% നമുക്ക് ചികിത്സിച്ച് മാറ്റാം. ഓക്കെ. ഇപ്പൊ ഈ തൈറോയിഡ് വരുമ്പോഴേ ഇപ്പൊ നമ്മള് മിക്കവാറും സ്ത്രീകൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഭീകര മുടികൊഴിച്ചിൽ വരുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കുമ്പോ, വണ്ണം കുറയുമ്പോ ഒക്കെയാണ്. ശരിക്കും നിങ്ങൾ ഡോക്ടേഴ്സ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് സംതിങ് ഇസ് റോങ് വിത്ത് മൈ തൈറോയിഡ് ഹോർമോൺ എന്ന് നമുക്ക് മനസ്സിലാവുക? നമ്മളൊരു തൈറോയിഡിൻ്റെ നെക്കിലൊരു ചെറിയ മുഴ കാണുമ്പം അതാ വൺ ഓഫ് ദ റീസൺസ് നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ. രണ്ടാമത് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ നമ്മൾ വെയിറ്റ് വെക്കുന്നു. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ഒരു വ്യക്തിക്ക് വിത്തൗട്ട് എ റീസൺ ഇങ്ങനെ വണ്ണം വെക്കുന്ന കാണുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ കുറവുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് യങ് വിമനിൽ വരുമ്പം കോമൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എല്ലാ പ്രഗ്നൻറ്റ് വിമനിലും നമ്മൾ ചെക്ക് ചെയ്യാൻ ഉത്സാഹിക്കും. ബിക്കോസ് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ കുറവ് വന്നാൽ കുഞ്ഞിൻ്റെ ഹെൽത്തിനെയും അമ്മയുടെ ഹെൽത്തിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഈസ് അനദർ റീസൺ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കോൺസ്റ്റിപ്പേഷൻ, മോഷൻ പോകാൻ പ്രയാസം, പിന്നെ അതല്ലാതെ ഈ മുഖമെല്ലാം ഇടിമിച്ച് ഇരിക്കുന്നു, കാലിലും കയ്യിലും കാലിലും കയ്യിലും നീരൊക്കെ വരുമ്പോൾ നീര് വരുമ്പം സ്വെല്ലിംഗ് വരും. ദാറ്റ് ഈസ് ഓൾസോ അനദർ റീസൺ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ എന്ന് സംശയിക്കുന്നത്. തൈറോയിഡ് കൂടുതൽ പ്രവർത്തിച്ചാലുള്ള ലക്ഷണങ്ങൾ കൈയുടെ വിറയൽ, ട്രെമേഴ്സ് പോലെ ഇങ്ങനെ വരാം. ചിലർക്ക് വെയിറ്റ് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ കുറയും, കണ്ണ് തള്ളി വെക്കും, ചിലർക്ക് പാൽപിറ്റേഷൻസ് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടും. ഇതൊക്കെയാ ചില ലക്ഷണങ്ങൾ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കൂടിയാൽ. സോ ഈ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് സാധാരണ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യുന്നത്. ഈ തൈറോയിഡ് വരുമ്പോ ഇപ്പൊ മെയിൻലി നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെറ്റാക്കി കൊണ്ടുപോകാൻ ആൾക്കാർ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ധാരണയുണ്ട്, വൺസ് നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ലൈഫ് ലോങ് എടുക്കണം, പിന്നെ ഫുൾ ഓൺ മെഡിസിനിലായിരിക്കും. അത് ശരിയാണോ? ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയാ. ബിക്കോസ് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ലെവൽ കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നില്ലെന്നാണ്. അതിനെ നമുക്ക് ക്യൂർ ചെയ്യാനുള്ള ഒരു മെഡിസിൻ ഇതുവരെ വന്നിട്ടില്ല. ആ കുറവിനെ നികത്താനാണ് നമ്മൾ ഈ ഗുളിക തൈറോക്സിൻ കൊടുക്കുന്നത്. അത് മിക്കവാറും നമുക്ക് ലോങ് ടേം എടുക്കേണ്ടി വരുന്ന ആ സത്യാവസ്ഥ. അത് നമ്മൾ ചിലപ്പം തെറ്റ് പറ്റുന്നത് ചോദിച്ചാൽ നമ്മൾ മരുന്ന് ഒരു ഡോക്ടർ തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് നോക്കുമ്പോൾ നോർമൽ. അപ്പോൾ അവർ വിചാരിക്കും, പേഷ്യൻ്റ് വിചാരിക്കും നമുക്ക് മരുന്ന് നിർത്തിക്കളഞ്ഞാലോ. നിർത്തുമ്പോൾ പിന്നെയും ആ പ്രശ്നം പഴയ പോലെ. ബിക്കോസ് നമുക്ക് ക്യൂർ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നല്ല കൺട്രോൾ ചെയ്ത ഒരു ക്യൂർ പോലെ അല്ലേ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ ആ റെഗുലറായിട്ട് എടുക്കേണ്ട ആവശ്യകതയുണ്ട് തൈറോയിഡിൻ്റെ കുറവില്ല. പക്ഷേ തൈറോയിഡ് കൂടുതലാണെങ്കിൽ അത് ലൈഫ് ലോങ് അല്ല മെഡിസിൻ. അവിടെ നമ്മൾ കുറച്ച് മാസങ്ങളോ ചിലപ്പോൾ ഒരു വർഷത്തേക്ക് ചില മരുന്നുകൾ കഴിച്ചാൽ തൈറോയിഡിൻ്റെ ഹോർമോണിനെ കുറച്ചിട്ട് പിന്നെ അത് ക്യൂർ ആകാനുള്ള 50% കൂടുതൽ ചാൻസ് ഉണ്ട്. ചിലർക്ക് അതല്ലാതെ ചിലപ്പോൾ സർജറിയോ അയഡിൻ്റെ സ്പെഷ്യൽ റേഡിയോ അയഡിനോ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ ഹൈപ്പറിന്ന് ഹൈപ്പോയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സോ അതൊരു വേറെ രീതിയിലാണ് അതിൻ്റെ ചികിത്സ നടക്കുന്നത്. സോ വൺസ്
ഹൈപ്പോതൈറോയിഡിസം അല്ല, യൂഷ്വലി ലോങ് ടേം മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. ഇപ്പൊ തൈറോയിഡിന് നമ്മള് മെഡിസിൻസ് കഴിക്കുന്നു എന്നുള്ളായിരുന്നു എന്റെ അറിവ്. തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് സർജറിയിലേക്ക് എപ്പോഴാണ് പോവാ? അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും തൈറോയ്ഡ് മുഴ വരപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പക്ഷെ എൻ്റെ രക്തത്തിലെല്ലാം നോർമൽ ആണല്ലോ എന്നാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അപ്പം തൈറോയ്ഡ് മുഴകൾ നമ്മുടെ കഴുത്തിൽ, രക്തത്തിൽ തൈറോയ്ഡ് നോർമലായാലും കൂടിയാലും കുറഞ്ഞാലും വരാം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം അതിൻ്റെ 2-3 കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ മിക്കുള്ളവർക്കും തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയിഡിൽ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ്റെ ലക്ഷണം. അത് പുറമേന്ന് ഒരു അണുവിൻ്റെ ഇൻഫെക്ഷൻ അല്ല, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധം കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ തൈറോയിഡിനെ ഒരു അണുവാണെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിക്കുന്ന ഒരു അസുഖം, തൈറോയിഡൈറ്റിസ്, ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അയഡിൻ എന്നുള്ള ഒരു എലിമെന്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. കാരണം ഉപ്പിൻ്റെ മീൻ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുകൊണ്ടായിരിക്കാം കോസ്റ്റൽ ഏരിയയും ഹില്ലി ഏരിയയും എല്ലാം ഒരുമിച്ചുണ്ടായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ കൂടുതലായിട്ട് തൈറോയിഡൈറ്റിസ് വരുന്ന ഒരാൾക്ക് തൈറോയ്ഡ് ശരീരത്തിൽ കുറവായിരിക്കും. അതാണ് നേരത്തെ സാറ് പറഞ്ഞ ഹൈപ്പോ തൈറോയിഡിസം. അപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിക്കുകയാണ്, നമ്മുടെ പ്രതിരോധം അമിതമായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റ് രീതിയിൽ നടക്കുന്നില്ല. അതിനാണ് ഹൈപ്പോ തൈറോയിഡിസം ഡ്യൂ ടു തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് മുഴ വരാം. അതാണ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ തൈറോയ്ഡ് കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മുഴ. ഹോർമോൺ നോർമൽ ആണെങ്കിലും മുഴ വരാം. പിന്നെ ഉള്ളത് 3ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അമിതമായിട്ട് തൈറോയ്ഡ് പ്രൊഡക്ഷൻ നടക്കുക. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, തൈറോയ്ഡ് ഗ്രന്ഥി തന്നെ അമിതമായിട്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞത്. അതിനാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 12 തൊട്ട് 18 മാസം തൈറോയ്ഡ് കുറയ്ക്കാനായിട്ടുള്ള മരുന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 60-70% ആൾക്കാർക്ക് രോഗം പൂർണ്ണമായിട്ടും മാറാം. അതാണ് മരുന്നിലൂടെ മാറുന്ന തൈറോയിഡിൻ്റെ അസുഖം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. അത് നിയോമെർക്കസോൾ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്. അതിന് യൂഷ്വലി നമ്മൾ കൊടുക്കുക. ആദ്യം ഡോസ് കൂട്ടിക്കൊടുത്ത് ഹോർമോണിൻ്റെ അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മരുന്ന് കുറച്ച് നിർത്തും. അതിനൊരു ഇമ്മ്യൂണോ മോഡുലേറ്ററി എഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധത്തിന് മരുന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആ മരുന്നിന് ഉണ്ടായതുകൊണ്ടാണ് നമുക്കത്. ആ മരുന്നിലൂടെ റെഡി ആവാത്ത ആൾക്കാർക്കാണ് നമ്മൾ സർജറിയും അല്ലെങ്കിൽ റേഡിയോ അയഡിൻ തെറാപ്പി എന്ന് വെച്ചാൽ റേഡിയേഷൻ്റെ ചെറിയ ഒരു വെള്ളം പോലത്തെ ഒരു മരുന്ന് നമ്മൾ വായിൽ കൂടെ കുടിച്ച് അത് രക്തത്തിൽ അലിഞ്ഞ് തൈറോയിഡിനെ നശിപ്പിക്കുക. അതിനെയാണ് അയഡിൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ കൂടുതലായിരിക്കുന്ന തൈറോയിഡിൻ്റെ മുഴകൾ അല്ലെങ്കിൽ ഈ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖങ്ങൾക്ക് ആ ഒരു മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. പിന്നെയാണ് സർജറി പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം വലിയ മുഴകൾ, ക്യാൻസർ ആവാൻ സാധ്യത കൂടുതലായിട്ടുള്ള മുഴകൾ, മരുന്നിൽ റെസ്പോണ്ട് ചെയ്യാത്ത മുഴകൾ, ഇവർക്കാണ് നമ്മൾ പൊതുവെ തൈറോയിഡിൻ്റെ സർജറി അഡ്വൈസ് ചെയ്യുന്നത്. ചിലവർക്ക് റേഡിയേഷൻ്റെ ആ ഒരു അയഡിൻ ട്രീറ്റ്മെൻറ്റ് താല്പര്യമില്ലായിരിക്കും. അപ്പം മറ്റെന്തോ ഓപ്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അമിതമായിട്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗ്രന്ഥിക്ക് നമുക്ക് സർജറി ചെയ്ത് ആ മുഴയും തൈറോയിഡും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രോഗം പൂർണ്ണമായിട്ടും മാറും. ഓക്കെ. ഇപ്പൊ ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണല്ലോ. നമ്മളതെടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിന് അവിടെ എന്തൊക്കെയോ ഡെഫിഷ്യൻസി ഉണ്ടാവല്ലേ. അപ്പം പോസ്റ്റ് റിമൂവൽ പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ? അപ്പൊ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് പോലത്തെ പ്രശ്നങ്ങൾ വരില്ലേ? നമ്മളൊരു തൈറോയിഡ് സർജറി പറയുമ്പോൾ ആദ്യം എന്നോട് ചോദിക്കുന്ന ശബ്ദം പോകുമെന്നാണ് എല്ലാവരും ചോദിക്കുക. അപ്പം ഡെഫിനറ്റ്ലി തൈറോയ്ഡ് സ്പെസിഫിക് അല്ലെങ്കിൽ തൈറോയ്ഡ് ഓപ്പറേഷൻ സംബന്ധിച്ച് വരാൻ സാധ്യതയുള്ള 3 ബുദ്ധിമുട്ടുകളാണ് ഞാൻ എല്ലാ പേഷ്യൻറ്റിനോടും പറയാം. താൽക്കാലികമായിട്ടുള്ള ശബ്ദവ്യത്യാസം, താൽക്കാലികമായിട്ട് ഓപ്പറേഷൻ സംബന്ധിച്ച് കാൽഷ്യം കുറയാനായിട്ടുള്ള സാധ്യത, ആദ്യത്തെ 8 തൊട്ട് 12 മണിക്കൂർ ബ്ലീഡിങ് വരാനുള്ള സാധ്യത. ഈ ഒരു സാധ്യത എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യുന്നതിലുണ്ട്. ശബ്ദവ്യത്യാസം എന്തുകൊണ്ടാണ് തൈറോയ്ഡ് സർജറി കഴിഞ്ഞതിന് ശേഷം വരുന്നതെന്ന് ചോദിച്ചാൽ തൈറോയിഡിൻ്റെ പുറകെ ഏകദേശം ഒരു 2-3 മുടിനാര് ചേർത്ത് വെച്ചിൻ്റെ അത്രയ്ക്ക് വണ്ണമുള്ള ഒരു ശബ്ദത്തിൻ്റെ ഞരമ്പുണ്ട്, റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് എന്ന് പറയും. ഇത് രണ്ടും തൈറോയിഡിൻ്റെ വളരെ അടുത്തൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇഞ്ചുറി ആവണമെന്നില്ല, അതിനൊരു ചെറിയ നീര് വന്നാലും നമുക്ക് ശബ്ദവ്യത്യാസം വരും. ആ ശബ്ദവ്യത്യാസം വരാനുള്ള സാധ്യതയാണ് എല്ലാ സർജൻസും അവരുടെ എക്സ്പീരിയൻസിൽ പറയുന്നത് പേഷ്യൻ്റ്. അപ്പം ഹൈ വോളിയം സർജൻ അല്ലെങ്കിൽ ഹൈ വോളിയം തൈറോയ്ഡ് സർജൻ എന്ന് പറയുന്നത് ഏകദേശം 50 തൊട്ട് 75 തൈറോയ്ഡ് ഒരു വർഷം ചെയ്യുന്ന ഒരാളാണ്. അയാളെ വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി അയാളുടെ ശബ്ദ വ്യത്യാസം അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ മാറ്റം വരാനുള്ള സാധ്യത വെൻ കമ്പയർ ടു അതർ സർജൻസ് യൂഷ്വലി ബെറ്റർ ആയിരിക്കും. സോ മോർ ദ സർജറീസ് യു ഡു, ദ ബെറ്റർ യു വിൽ ഐഡൻറ്റിഫൈ ദ നെർവ്. ഞരമ്പിനെ കണ്ട് സേവ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടും. ഈ ഞരമ്പിൻ്റെ നീര് ഈ കുഞ്ഞു ഞരമ്പായതുകൊണ്ട് ആർക്കും വരാം.
അപ്പം ബേസ്ഡ് അപ്പോൺ സർജൻ ഇറ്റ് ഡിഫറസ്. പക്ഷെ ഞാനിതിൽ പറഞ്ഞത് 2 വാക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താൽക്കാലികമായിട്ടുള്ള ശബ്ദ വ്യത്യാസവും താൽക്കാലികമായിട്ടുള്ള കാൽഷ്യം കുറവ്. തൈറോയ്ഡ് ഓപ്പറേഷൻ സംബന്ധിച്ചൊരു പെർമനൻ്റ് ആയിട്ടുള്ള വൈകല്യമൊന്നും ഇപ്പോഴത്തെ ഒരു സെറ്റിങ്ങിൽ ആർക്കും വരത്തില്ല. ശബ്ദ വ്യത്യാസം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈ വോളിയം സെൻ്ററാണ്. ഒരു 1% ആണ് ഞാൻ എല്ലാവർക്കും പറയുന്നത്. ഒരു 100 പേർക്ക് ഓപ്പറേഷൻ ചെയ്താൽ ഒരു 1 in 100 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് ഇഫ് ബൈ ബാഡ് ലക്ക് അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ആ ഒരാൾ നമ്മളാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ആ ഞരമ്പിൻ്റെ നീരും കാര്യങ്ങളൊക്കെ മാറപ്പം 1-2 മാസത്തിനുള്ളിൽ പൊതുവേ ആ ശബ്ദം നോർമലാവും. അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവ്, പെർമനൻറ്റ് ഹൈപ്പോ കാൽസ്യമia അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം കാൽഷ്യം കഴിക്കേണ്ട അവസ്ഥ വരുന്നത് ഏകദേശം 1% ആൾക്കാർക്കേ ഉള്ളൂ. പക്ഷേ കുറേ പേര് പറഞ്ഞ് തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് ലൈഫ് ലോങ് കാൽഷ്യം കഴിക്കണം, എപ്പോഴും തരിപ്പായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം സെൻറ്റർ ടു സെൻറ്റർ. നമ്മൾ കാൽഷ്യത്തിൻ്റെ മരുന്ന് ടെമ്പററി ആയിട്ടാണ് നമ്മൾ പൊതുവെ ആൾക്കാർക്ക് കഴിക്കേണ്ടി വരിക. ഒരു 2 or 3 months ചിലപ്പം കഴിക്കേണ്ടി വരും. യൂഷ്വലി ആദ്യം ഡോസ് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് മെല്ലെ അതിനെ ടേപ്പർ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലില്ല. സോ തൈറോയ്ഡിൻ്റെ ഹോർമോണിന് വേണ്ടിയിട്ട് നമ്മൾ തൈറോക്സിൻ സപ്ലിമെൻറ്റേഷൻ കഴിക്കണം. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ജീവിതം സെയിം ആയിരിക്കുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുവാണെങ്കിൽ ഒരു നോർമൽ ഇൻഡിവിജ്വൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഏകദേശം സിമിലർ തന്നെ ആയിരിക്കും. ഇപ്പം തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ യൂഷ്വലി മരുന്ന് കറക്റ്റായിട്ട് കഴിക്കത്തില്ല. ചില ദിവസങ്ങൾ കഴിക്കും, ചില ദിവസം കഴിക്കത്തില്ല. TSH മേളിലേക്ക് പോകും, താഴേക്ക് പോകും, വണ്ണം വയ്ക്കും, പീരിയഡ്സ് കുറവാകും, പീരിയഡ്സ് ഇറഗുലർ ആവും. ഇതൊക്കെ തൈറോയ്ഡ് മരുന്ന് കറക്റ്റായിട്ട് കഴിക്കാത്തയും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ കണ്ട് നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്ത് റെഗുലർ ഫോളോ അപ്പ് ചെയ്യാത്ത ആൾക്കാർക്കാണ് പൊതുവെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ തൈറോയിഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ തൈറോയിഡിന്റെ മെഡിസിൻ കണ്ടിന്യൂസ് കഴിക്കണം, ഡെഫിനറ്റ്ലി ആയിട്ട് കഴിക്കണം. അത് ലൈഫ് ലോങ് ആയിട്ട് കഴിക്കണം. അപ്പോൾ അത് നമ്മൾ ഈ കോംപ്ലിക്കേഷൻസിൻ്റെ കൂടെ പേഷ്യൻസിൻ്റെ അടുത്തും അതും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം, കഴിക്കേണ്ട രീതിയുണ്ട്. രാവിലെ എണ്ണിച്ചുടനെ വെറും വയറ്റിൽ കഴിക്കണം, പിന്നെ 1 മണിക്കൂർ ഗ്യാപ്പ് വെക്കണം, ഇടയ്ക്ക് വേറെ ഫുഡുകളോ ചായയോ വെള്ളമോ ഒന്നും കുടിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നത്. എസ്പെഷ്യലി തൈറോയിഡിൻ്റെ ക്യാൻസറിന് വേറെ ക്യാൻസർ തെറാപ്പി എന്നുള്ള രീതിയിൽ കീമോതെറാപ്പി ഒന്നുമില്ല. മുഴ തിരിച്ച് വരാതിരിക്കാനായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുന്നതാണ്. അപ്പം തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്നതും തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്ന രീതിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ തൈറോയിഡിൻ്റെ കേസ് പറയുമ്പോൾ തൈറോയിഡിൻ്റെ ചെറിയ വേരിയേഷൻസ് ഉള്ള ആൾക്കാർ പോലും ഈ ക്യാബേജ്, കോളിഫ്ലവർ, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര കുറവ് കഴിക്കുക. കാരണം അതൊന്നും കഴിക്കരുത്, അതൊന്നും കൊള്ളൂല എന്ന് പറയും, തൈറോയിഡ് കൂടും എന്ന് പറയും. തൈറോയിഡ് ഉള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളുണ്ടോ? ജനറലി മുമ്പേ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു നമ്മൾ ഈ ക്യാബേജ്, എസ്പെഷ്യലി റോ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ചുരുക്കം പേര് കഴിക്കും. പ്ലസ് നമ്മുടെ കപ്പയുണ്ടല്ലോ, അത് ഒത്തിരി നമ്മൾ ഹൈ വോള്യൂമിൽ ഒത്തിരി എമൗണ്ട് കൺസ്യൂം ചെയ്താൽ അതിൻ്റെ അകത്ത് ചെറിയ കെമിക്കൽസ് ഉണ്ട്. അത് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിനെ അഫക്റ്റ് ചെയ്യാൻ ചെറിയ സാധ്യതയുണ്ടെന്ന് കുറച്ച് ബേസിസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്ത് വലിയ പ്രസക്തിയില്ല. അമേരിക്കൻ തൈറോയ്ഡ് അസോസിയേഷൻ ഇപ്പം വന്നിരിക്കുന്ന റീസെൻറ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ ഫുഡ് ഐറ്റംസിന് വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ ഇല്ല. നമ്മൾ ഓവറായിട്ട് കഴിക്കാതിരുന്നാൽ മതി, ഇടയ്ക്കൊന്ന് കഴിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും കഴിക്കാം, അതാ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്. ചിലർ പറയും ഗ്ലൂട്ടൻ അല്ലെങ്കിൽ നമ്മൾ വീറ്റ് പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യണമെന്ന്, ചിലർ പറയും സോയ അവോയ്ഡ് ചെയ്യണം. ഇതിനൊക്കെ വളരെ ചെറിയ ഒരു ബേസിസ് ഉണ്ട് തിയറട്ടിക്കലി. പക്ഷേ പ്രാക്ടിക്കൽ ബേസിസ് നോക്കുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് നമ്മളെ തന്നെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്. ഒരുപാട് കഴിക്കില്ല, അതും റോ ക്യാബേജ് ഫോർ എക്സാമ്പിൾ എടുക്കുക, അത് കുക്ക് ചെയ്താൽ അതിൻ്റെ ആ പ്രയാസം ഡെഫിനറ്റ്ലി എലിമിനേറ്റ് ആവും. ഇടയ്ക്കൊക്കെ കഴിക്കുന്നതിൽ ഇസ് പെർഫെക്റ്റ്ലി ഓക്കെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ, ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് ഇപ്പോഴും മനസ്സിലാവണം എന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ എന്റെ ഇവിടെ ഈ ആദംസ് ആപ്പിൾ എന്ന് പറയുന്ന ഈ സാധനം കുറച്ച് വലുതാ. എല്ലാവരും ചോദിക്കും തൈറോയിഡ് ഉണ്ടോ? ഞാൻ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല. തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഉണ്ടാവില്ല, പക്ഷേ ദർ മൈറ്റ് ബി എ പ്രോബ്ലം വിത്ത് തൈറോയിഡ് എന്ന് നമ്മൾ എങ്ങനെ അറിയാം? ഈ സ്വെല്ലിംഗ് ഉള്ളപ്പോഴാണോ? നമ്മൾ സാധാരണ ഒരാളുടെ കഴുത്തിൽ ഡോക്ടേഴ്സ് നോക്കുമ്പം അവരുടെ അടുത്ത് സെലൈവ ഒന്ന് സോളോ ചെയ്യാൻ പറയുമ്പം തൈറോയിഡ് ഉണ്ടെങ്കിൽ അവിടുന്ന് മേളിലോട്ട് ഒരു ഗ്രന്ഥി മൂവ് ചെയ്യുന്നത് ഡോക്ടേഴ്സിന് മനസ്സിലാവും, ഈസിലി മനസ്സിലാവും. ചിലപ്പോൾ ലേ പീപ്പിളിനും മനസ്സിലാവും. ആ ഗ്രന്ഥി ഉണ്ടെങ്കിൽ ചിലപ്പം ചിലർക്ക് ചെറിയ കുരുക്കൾ കാണാം തൈറോയിഡിൻ്റെ അകത്ത്, അതാ നോഡ്യൂൾസ് എന്ന് പറയും. തൈറോയിഡ് നോഡ്യൂൾസ് ആക്ച്വലി നമ്മൾ നോർമലായിട്ട് പിടിച്ച ഒരു 10-100 പേരെ സ്കാൻ ചെയ്ത ഒരു 10% ആളുകൾ കാണും. പക്ഷെ ആ നോഡ്യൂൾസ് മേ നോട്ട് ഓൾ ബി ക്യാൻസറസ്. എല്ലാവരുടെയും ഭയം ഇത് ക്യാൻസർ ആണോ എന്നുള്ളൊരു ഭയമാണ്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ നോഡ്യൂൾസ് ക്യാൻസറസ് അല്ല, ബിനൈന.
പക്ഷെ ഒരു നോഡ്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ആ നോഡ്യൂളിൻ്റെ ക്യാരക്ടർ നോക്കി തീരുമാനിക്കണം ക്യാൻസറസ് ആണോ അല്ലേ. അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു നീഡിൽ ടെസ്റ്റ് FNAC എന്ന് പറഞ്ഞ ടെസ്റ്റോ ഹോർമോൺ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ട് വേണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. ബട്ട് ഐ നോ ഒത്തിരി ഹാർട്ട് ടേക്ക് പേഷ്യൻസിനുണ്ട്. ഈ നോഡ്യൂൾ കണ്ടുപിടിച്ചാൽ പിന്നെ ടെൻഷനാണ് ക്യാൻസർ ആവുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ തൈറോയിഡ് ക്യാൻസർ ഇസ് ടുഡേ ക്യൂറബിൾ ക്യാൻസർ. വളരെ നല്ല പ്രൊഗ്നോസിസ് ഉള്ള ഒരു രോഗമാണ്. സോ നമ്മൾ അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല.